എല്ലാവർക്കും KMTVയുടെ വെസ്റ്റേൺ വയലിൻ ലെസൺ 30ലേക്ക് സ്വാഗതം. ഞാൻ അജയകുമാർ ജി. അപ്പോൾ ഇന്നത്തെ വെസ്റ്റേൺ വയലിൻ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെറിയ ഒരു 5-6 എക്സസൈസാണ് നമ്മൾ പഠിക്കുന്നത്. ബുക്ക് CH ഹോൺമാൻ്റെ ബുക്കിലെ 27 മുതൽ 35 വരെയുള്ള എക്സസൈസാണ് നമ്മൾ ഇപ്പോൾ വായിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ എക്സസൈസ് ഒന്ന് കാണാം, കണ്ടിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും ആ എക്സസൈസുകൾ കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്കതിൻ്റെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ എക്സസൈസ് 27th എക്സസൈസാണ്. എല്ലാ ക്ലാസ്സിലും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ ഒരു ബാറിൽ 4 ബീറ്റുള്ള എക്സസൈസുകളാണിത്. എല്ലാം കോമൺ ടൈമാണ്, അതായത് 4/4. ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴെ 10 ടൈംസ് എന്ന് എഴുതിയിട്ടുണ്ട് ആദ്യത്തെ 3 എക്സസൈസിൽ. അതെല്ലാ എക്സസൈസിലും ബാധകമാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്രയും തവണ അത് പ്രാക്ടീസ് ചെയ്യണമെന്ന് എഴുതിയിരിക്കുന്നത്. ഇത് കൂടാതെ ഈ എക്സസൈസ് ആദ്യം തുടങ്ങിക്കഴിഞ്ഞ് 2ാമത്തെ ബാറിൽ വന്നു കഴിയുമ്പോൾ അതിന് 2 ഡോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം 2ാമത്തെ ബാർ തീർന്നാലുടൻ 1ാമത്തെ ബാറിലേക്ക് ഒരു തവണ കൂടെ പോകണം, എന്നിട്ട് അവസാനത്തെ സെമി ബ്രേവ് എക്സസൈസ് വായിച്ച് ആ എക്സസൈസ് നിർത്തണം എന്നാണ് അതിനർത്ഥം. അപ്പം നമുക്ക് ആദ്യത്തെ എക്സസൈസ് ഒന്ന് വായിച്ച് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസാണ് ഇതെല്ലാം. ഇതാ, എക്സസൈസ് നമ്പർ 28. എക്സസൈസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവസാനത്തെ ബാറിൽ അതിന് 2 ബീറ്റ് റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു മിനിമം നോട്ട് വായിച്ചിട്ട് 2 ബീറ്റ് റെസ്റ്റ് കൊടുക്കണം. അപ്പം 29ലേക്ക് നമുക്ക് പോകാം. എക്സസൈസ് നമ്പർ 30. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് എനിക്കറിയാം. 30ാമത്തെ എക്സസൈസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. എക്സസൈസ് നമ്പർ 31. എക്സസൈസ് നമ്പർ 32. ഈ 31 തൊട്ട് സ്ലെയർ ഉണ്ട്, അതിൻ്റെ മേളിൽ നിങ്ങൾ കണ്ടു കാണും. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം.
32-ലും ഉണ്ട്, നമുക്കത് വായിക്കാവുന്നു. എക്സസൈസ് നമ്പർ 33, അത് ആ ബാറിൽ കംപ്ലീറ്റ് സ്ലെയർ ആക്കി വായിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് നോക്കാം അതൊന്ന് എങ്ങനെയാ വായിക്കും. 4 ബീറ്റും സ്ലെയർ വായിക്കണം. എക്സസൈസ് നമ്പർ 34, അത് ഡോട്ടഡ് മിനിം നോട്ടാണ് ആദ്യമുള്ളത്. അത് 3 ബീറ്റാണ്. 3ഉം അടുത്ത കറുത്ത ഹെഡുള്ള നോട്ടൊപ്പം അത് 1 ബീറ്റ്, അങ്ങനെ 4 ബീറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. th എക്സസൈസ്. ഇങ്ങനെ ഇത് നല്ല ശരിക്ക് നിങ്ങൾ വായിച്ച് പഠിക്കുക. ഈ എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പല സ്പീഡിൽ പ്രാക്ടീസ് ചെയ്യണം. ഇതിന് പ്രാക്ടീസ് ലിമിറ്റ്, ഉദാഹരണം 27th ചെയ്യുകയാണെങ്കിൽ സ്പീഡ് കൂട്ടി കൂട്ടി ചെയ്യുക നിങ്ങൾ. അപ്പം അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വയലിനിൽ സ്പീഡ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ കമ്പാരിറ്റീവ് ടേബിൾ കൗണ്ടിൻ്റെ ഞാൻ പറയാൻ പറഞ്ഞിട്ടില്ലേ, ഒരു മിനിം നോട്ടിൻ്റെ കൗണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ക്രോഷറ്റിനെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് മേളിൽ ആ കമ്പാരിറ്റീവ് ടേബിൾ ഓഫ് നോട്ട്സ് എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത്. അത് ഇത്രയേ ഉള്ളൂ. ഇതാവുന്ന വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരുമോ. അപ്പോൾ അത് ഓർത്ത് വേണം ഇത് പ്രാക്ടീസ് ചെയ്യാൻ. ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ 35 വരെയുള്ള എക്സസൈസാണ് നമ്മൾ പഠിച്ചത്. ദയവായി ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കണം. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ഞാൻ അജയകുമാർ ജി തൽക്കാലത്തേക്ക് നിങ്ങളോട് വിട പറയുന്നു.